നമസ്കാരം. മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കേണ്ടതില്ല എന്ന് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പ്രഖ്യാപിച്ചു. മുഹമ്മദ് യൂനസിൻ്റെ റിഫോം കൗൺസിൽ BNP അംഗങ്ങളല്ല. മുഹമ്മദ് യൂനസ് പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇത്തരമൊരു ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യവും തങ്ങൾക്കില്ല എന്നുള്ള രീതിയിൽ ആണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തീരുമാനമെടുത്തത്. സത്യപ്രതിജ്ഞയിൽ ഇത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യമില്ല എന്നും BNP പറഞ്ഞു. കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ ഭരണഘടന എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് വളരെ കൃത്യമായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി വാശി പിടിച്ചു. തങ്ങൾ ഈ ഭരണഘടന അംഗീകരിക്കാത്തിടത്തോളം കാലം സത്യപ്രതിജ്ഞ ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇടക്കാല സർക്കാർ കൊണ്ടുവന്ന സത്യപ്രതിജ്ഞ തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവരണം, ആ ഭരണഘടനാ ഭേദഗതി ഉൾക്കൊള്ളണം എന്ന വാദഗതിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഭേദഗതി കൊണ്ടുവന്ന രീതി തന്നെ ശരിയല്ല എന്ന വാദമായിരുന്നു ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഭേദഗതി അംഗീകരിക്കുവാൻ സാധിക്കില്ല. ഇസ്ലാമിക ഭീകരവാദികൾ കൊണ്ടുവന്ന ഇടക്കാല സർക്കാരിൻ്റെ ഭരണഘടനാ ഭേദഗതിയാണത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ഇതിൻ്റെ പേരിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. 60% ജനങ്ങളുടെ പിന്തുണ ഈ ഭരണഘടനാ ഭേദഗതിക്ക് ഉണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം. പക്ഷേ അതിന് ഒരു വ്യക്തമായ തെളിവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ജമാഅത്തെ ഇസ്ലാമി നടത്തിയ റഫറൻഡം പൂർണ്ണമായും ജനാധിപത്യപരമായിരുന്നില്ല. തീർത്തും മതഭീകരവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയും ബംഗ്ലാ സംസ്കാരത്തിന് നിരക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ BNPയുടെ സീനിയർ ലീഡർ സലാഹുദ്ദീൻ അഹമ്മദ് നിയുക്ത ബംഗ്ലാദേശി പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സത്യപ്രതിജ്ഞയ്ക്ക് യാതൊരുവിധ രീതിയിലും ഈ ഇടക്കാല സർക്കാരിൻ്റെ ഭരണഘടന എടുക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് ഭരണഘടനാ പരിഷ്കരണങ്ങളും പരസ്പരം ചർച്ച ചെയ്തതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ് ഈ ഭരണഘടനാ പരിഷ്കരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ജമാഅത്തെ ഇസ്ലാമി MPമാർ ഇതിനെ എതിർത്തു. കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ ഭരണഘടനാ പരിഷ്കരണത്തിന് പിന്നിൽ. എന്തുതന്നെയായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണകൂടം ഉണ്ടാക്കാനുള്ള താല്പര്യത്തെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. അതോടൊപ്പം ഷെയ്ഖ് ഹസീനയ്ക്ക് ഇനി വധശിക്ഷയുണ്ടാകില്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇന്ത്യയുമായുള്ള അവരുടെ ബന്ധം പൂർവ്വ രീതിയിൽ വീണ്ടും കൊണ്ടുവരുവാനും ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതായും ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് അഭിപ്രായമുണ്ടായി. ഇന്ത്യയുടെ സഹായമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബംഗ്ലാദേശിന് ബോധ്യപ്പെട്ടു. പാകിസ്ഥാൻ്റെ സ്റ്റെൽത്ത് മിസൈൽ പോലും വേണ്ടെന്ന് വയ്ക്കുകയാണ് ബംഗ്ലാദേശ് ചെയ്തത്. ഇതേ രീതിയിൽ വലിയൊരു തിരിച്ചടിയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും അവിടുത്തെ മത ഭരണകൂടത്തിനും ലഭിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.